കാരണമായിട്ട് ഓൾറെഡി അവിടെയുള്ള ട്യൂമർ ഇൻഡ്യൂസിങ് ആയിട്ടുള്ള ആ ഒരു DNA-യുടെ ഒരു പ്രോപ്പർട്ടീനെ നമ്മളങ്ങോട്ട് എന്ത് ചെയ്തു, അതിനങ്ങോട്ട് എന്ത് ചെയ്യും, ഒഴിവാക്കി, അല്ലെങ്കിൽ അതിനങ്ങോട്ട് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്, ഇനാക്റ്റീവ് ആക്കിയിട്ടുണ്ട്. എന്നിട്ടാണ് അവിടെ നമ്മൾ പുതിയ ആളെ കയറ്റി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ്, സാധാരണ ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. ടേം എന്താ? ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. അപ്പം എക്സാമിന് ഒരു പക്ഷേ ചോദിക്കുകയാണ് വാട്ട് ഈസ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് അതിന് ആൻസർ ചെയ്യണം. എന്താണ് ഇൻസേർഷൻ ഇനാക്ടിവേഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ ഇനാക്ടിവേഷൻ ഓഫ് എ റെസ്പെക്റ്റീവ്, അല്ലെങ്കിൽ ഇനാക്ടിവേഷൻ ഓഫ് എ പെർട്ടിക്കുലർ DNA, ഒരു പെർട്ടിക്കുലർ DNA ഫ്രാഗ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ജീനിൻ്റെ ഒരു ഇനാക്ടിവേഷൻ ആണ് ബൈ ദി അഡീഷൻ അല്ലെങ്കിൽ ബൈ ദി ഇൻസേർഷൻ ഓഫ് a desirable DNA fragments into it by the help of restriction enzyme. Restriction enzyme ഉപയോഗിച്ച് അവിടെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് വേറൊരാളെ നമ്മൾ ആഡ് ചെയ്യുമ്പം ഓൾറെഡി അവിടെയുള്ള ആളുടെ പ്രോപ്പർട്ടി ആക്ടിവേഷൻ നഷ്ടപ്പെടുന്നതിനെയാണ് ഇൻസേർഷൻ. ഇൻസേർട്ട് ചെയ്തുകൊണ്ട് ഇനാക്ടിവേഷൻ, ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. നോക്കാം. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യത്തിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകും. അപ്പോൾ നമ്മൾ എന്താണ് വെക്ടറിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. കുറച്ച് പ്രോപ്പർട്ടീസ് കൂടി എൻ്റെ മക്കളെ ഒരു കാര്യം ശ്രദ്ധിക്കണം. എക്സാമിന് വെക്ടറിൻ്റെ പോയിന്റ്സിൽ ചോദിക്കുന്ന ഒരു പോയിൻ്റാണ് ശരിക്ക് ഒരു വെക്ടറിനെ നമ്മൾ എടുക്കണമെങ്കിൽ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക് ആവശ്യമാണ്. ഒരു വെക്ടർ നമ്മൾ എടുക്കണമെങ്കിൽ ആവശ്യമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ആ വെക്ടറിൽ ദർ ഷുഡ് ബി ആൻ ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ ORI. നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ ORI. രണ്ടാമതായിട്ട് വരുന്നത് ആ വെക്ടറിൻ്റെ ഒരു ക്ലോണിങ് സൈറ്റ് വേണം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു റെക്കഗ്നീഷൻ സീക്വൻസ് വേണം, അതാണ് ക്ലോണിങ് സൈറ്റ് എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് ആ വെക്ടറിൽ ഒരു മാർക്കർ വേണം, മോളിക്കുലാർ മാർക്കർ. സാധാരണ ആൻറ്റിബയോട്ടിക് ആയിട്ടുള്ള ജീൻസിനെയോ അല്ലെങ്കിൽ കളർ പ്രൊഡ്യൂസിങ് ആയിട്ട് ലാക്സെഡ് ജീൻ പോലെയുള്ള ആൾക്കാരാണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യാറുള്ളത്, ഒരു മോളിക്കുലർ മാർക്കറായിട്ട് യൂസ് ചെയ്യാറുള്ളത്. കാരണം മാർക്കർ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് എ മോളിക്കുലർ മാർക്കർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ട പോയിന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദീസ് ആർ ദ സോർട്ട് ഓഫ് ജീൻസ് വിച്ച് വിൽ ഹെൽപ്പ് us to identify whether the vector is a transformant or a non-transformant. വെക്ടർ ട്രാൻസ്ഫോമൻ്റ് ആയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ വെക്ടറിൽ കട്ട് ചെയ്തിട്ട് ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അയാൾ ട്രാൻസ്ഫോമൻ്റ് ആണ് അല്ലേ. ഇനി അതായിട്ടില്ലേ, അതായത് നോൺ ട്രാൻസ്ഫോമൻ്റ്. അപ്പോൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ട്രാൻസ്ഫോമൻ്റ് ഓർ നോൺ ട്രാൻസ്ഫോമൻ്റ് ആണോ വെക്ടർ എന്ന് ഹെൽപ്പ് ചെയ്യാൻ, നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ശരിക്കാർ നമ്മുടെ മോളിക്കുലർ മാർക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഏരിയ ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നില്ല, നിങ്ങളത് അറിഞ്ഞിരിക്കണം. ഓക്കെ, അത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മളിതിൽ നോക്കാൻ പോകുന്നത് ടൈം ഒന്ന് ഓക്കെ വി ഹാവ് ലിറ്റിൽ മോർ നോക്കുക. ഇനി നമ്മളതിൽ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആ ഒരു പോർഷൻസ് അങ്ങ് തീരട്ടെ. ഇനി അപ്പോൾ നമ്മൾ വെക്ടറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഈ വെക്ടർ നമുക്ക് ഹോസ്റ്റിലേക്ക് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ബോഡി അല്ലേ, ഏതാണ് നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ആ ഒരു ഓർഗാനിസം അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്, ഹോസ്റ്റ് എന്ന് പറയുന്നത്. ആ ഹോസ്റ്റിലേക്ക് കൊടുക്കേണ്ട പ്രോസസ്സാണ്. അപ്പോൾ ഹോസ്റ്റിലേക്ക് എങ്ങനെ കൊടുക്കേണ്ട ഒരു കാര്യം നോക്കിക്കോ. ഹോസ്റ്റിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ഹോസ്റ്റിനെ നമ്മൾ കോമ്പീറ്റൻറ്റ് ഹോസ്റ്റാക്കി മാറ്റണം. എങ്ങനെ നമുക്ക് ഹോസ്റ്റിനെ കോമ്പീറ്റൻറ്റ് ഹോസ്റ്റാക്കി മാറ്റാം നോക്കി. നമ്മൾ ആദ്യം എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ ഹോസ്റ്റിലേക്ക് നമുക്കിതിൻ്റെ പുറത്ത് ഇവിടെ ഒരു വെക്ടർ വരുന്നുണ്ട്. വെക്ടറിനെ ഈ ഹോസ്റ്റ് ഓർഗാനിസിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്യണമെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാം, എന്ത് ചെയ്യണം, ഇവിടെ എന്തെങ്കിലും ഒരു ഓട്ടയൊക്കെ ഒരു സ്പോറൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആ സ്പോറിലൂടെ ഉള്ളിലേക്ക് പെർഫറേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് വെക്ടറിന് വരാൻ പറ്റൂ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചോദിച്ചാൽ ഹോസ്റ്റ് മസ്റ്റ് ബി ട്രീറ്റഡ് വിത്ത് എ കാൽഷ്യം 2+ അയോൺസ്. കാൽഷ്യം 2+ അയോൺസുമായിട്ട് ഈ ഹോസ്റ്റിനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് മേക്സ് പെർഫറേഷൻസ് ഓൺ ദ വാൾ ഓഫ് ഹോസ്റ്റ്. ഇതിൻ്റെ വാൾ എന്ത് ചെയ്യും വെച്ച് കഴിഞ്ഞാൽ ചെറിയ പെർഫറേഷൻസ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ചില ഒരു ഓട്ടകൾ അല്ലെങ്കിൽ ചെറിയ പെർഫറേഷൻസ് ഉണ്ടാക്കും. അപ്പോൾ അതിലൂടെ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഈ വെക്ടർ ഡെഫിനറ്റ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വരും. ഈ വെക്ടർ ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തി കഴിഞ്ഞാൽ അതിന് നമുക്ക് ആവശ്യം എന്താ, ഈ എത്തുന്ന വെക്ടറിനെ അല്ലെങ്കിൽ റീകോമ്പിനൻ്റ് DNA, വെക്ടർ എന്ന് പറയുന്നത് റീകോമ്പിനൻ്റ് RDNA ആണ്, അതിനുള്ളിൽ സ്റ്റേബിൾ ആക്കാന്ന. അതിനുള്ളിൽ സ്റ്റേബിൾ ആക്കാൻ നമുക്ക് മെത്തേഡ് മക്കളെ ഉണ്ട്. നമ്മുടെ മെത്തേഡ് എന്താ, നത്തിങ് ബട്ട് നമ്മൾ ആദ്യം ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഹോസ്റ്റ് ഓർഗാനിസത്തിന് എടുത്തിട്ട് 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഐസിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെക്കുക. ഓക്കെ, ഇനി ഈ ഐസിൻ്റെ മുകളിൽ കുറച്ച് നേരം വെച്ചിട്ട് അവിടെ നിന്ന് വീണ്ടും ഇതിനെടുത്തിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് ഒരു 42 ഡിഗ്രിയിൽ അങ്ങ് ചൂടാക്കി കൊടുക്കുക. 42 ഡിഗ്രിയിൽ കുറച്ച് നേരം വീണ്ടും എടുത്തിട്ട് അതിനെ വീണ്ടും ഒരു ഐസിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെക്കുക. പിന്നെ അവിടെ നിന്ന് എടുക്കുക, പിന്നെ ഒരു 42 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യുക. ഒരു സൈക്കോ പരിപാടി അല്ലേ, ആദ്യം ചൂടാക്കുന്നത് തണുപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു 4-5 സ്റ്റെപ്പ് നമ്മൾ അങ്ങ് ചെയ്യുമ്പം ഈ ഉള്ളിലെത്തിയിരിക്കുന്ന റീകോമ്പിനൻ്റ് DNA will be stable at inside and will start performing the particular character what we want to perform inside the host. ക്ലിയർ അല്ലേ? അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മളിവിടെ നോക്കി കഴിഞ്ഞിട്ട് മക്കളെ. ഇനി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഹോസ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഹോസ്റ്റിൽ നമുക്കതിൻ്റെ പ്രോഡക്റ്റ് കിട്ടണം. പ്രോഡക്റ്റ് കിട്ടാനാണ് നമ്മൾ ബയോറിയാക്ടേഴ്സ്
നമ്മൾ യൂസ് ചെയ്യുന്നത്. ബയോറിയാക്ടേഴ്സിന് ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? കാരണം എന്താ, ബയോറിയാക്ടേഴ്സ് 100 to 1000 ലിറ്റേഴ്സിലായിട്ട് നമുക്ക് അതിൻ്റെ പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ബയോറിയാക്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ബയോറിയാക്ടറിൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യാനുള്ള കാരണം അതാണ്. ഇനി ബയോറിയാക്ടറിനെ ബേസ് ചെയ്തിട്ട് കാരണം ബയോറിയാക്ടറിൽ നമ്മൾ ഒരു ഒപ്റ്റിമം കണ്ടീഷൻ ഓഫ് pH കൊടുക്കുന്നുണ്ട്, ഒപ്റ്റിമം ടെമ്പറേച്ചർ കൊടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഒപ്റ്റിമം ആക്കി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഇതിനുള്ളിൽ മൈക്രോ ഓർഗാനിസംസിൻ്റെ ഗ്രോത്ത് നടക്കും. അവിടെ നിന്ന് വരുന്നൊരു ക്വസ്റ്റൻ ആണ് കേട്ടോ, ശ്രദ്ധിച്ചിരുന്നാൽ മതി. അത് വരുന്നൊരു ക്വസ്റ്റൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബയോ റിയാക്ടറിന് ഇതിനുള്ളിൽ കുറച്ച് ബ്ലേഡുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 ടൈപ്പാണ്. ആ 3 ടൈപ്പ് ചോദിക്കാറുണ്ട് ഏതൊക്കെയാണെന്നുള്ളത്. 3 ടൈപ്പാണ്. ഇത് അടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും അടിയുള്ളതാണ് കൾച്ചർ ബ്രോത്ത്. എന്താ വിളിക്കുന്നത്? കൾച്ചർ ബ്രോത്ത് എന്ന് പറയും. കൾച്ചർ ബ്രോത്ത്. അതിൻ്റെ ജസ്റ്റ് മുകളിലായിട്ട് കാണുന്ന ഒരു 2 ഉണ്ട്. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലാറ്റ് ബ്ലേഡഡ് ഇംപെല്ലർ. എന്താ വിളിക്കുന്നത്? ഫ്ലാറ്റ് ബ്ലേഡഡ് ഇംപെല്ലർ. അതിൻ്റെ മുകളിൽ കാണുന്നതാണ്. അപ്പോൾ അത് നമ്മൾ നോട്ട് ചെയ്യണം. പിന്നെ ഏറ്റവും മുകളിൽ കാണുന്ന 3ാമത്തെ ആളാണ് ശരിക്കും ഫോം ബ്രേക്കേഴ്സ്. ഫോം ബ്രേക്കർ എന്ന് പറയുന്നത്, ഫോം ബ്രേക്കർ. അപ്പോൾ ഇങ്ങനെ 3 ബ്ലേഡുകളാണ് മെയിനായിട്ട് കാണുന്നത്. അപ്പോൾ അത് ശരിക്കും ചോദിക്കാറുണ്ട് എക്സാമിന്, ആ ഒരു ഏരിയയിൽ നിന്ന് വരുന്നത്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, സോ വിത്ത് ദിസ് വി ക്യാൻ കംപ്ലീറ്റ്. ഇത്രയും ഏരിയ നമുക്ക് ഇവിടുന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക്, ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ടൈം കുറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ പോർഷൻസും കവർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും നമുക്ക് കുറേയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ നമ്മൾ നോട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അടുത്ത ഇതിൻ്റെ ഒരു പോർഷനാണ് ശരിക്കും ആപ്ലിക്കേഷൻസ്, ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ. നോക്കിക്കോ, ഈ ഒരു ഏരിയ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എന്താണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ്? 3 ഏരിയയാണ് നമുക്കിതിൽ മെയിനായിട്ട് നോട്ട് ചെയ്യാറ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റൻ നമുക്ക് വരും. ഒന്ന് ആപ്ലിക്കേഷൻസ് ഇൻ അഗ്രികൾച്ചർ. രണ്ടാമതായിട്ട് വരുന്നത് ആപ്ലിക്കേഷൻസ് ഇൻ മെഡിസിൻ എന്ന് പറഞ്ഞാൽ മെഡിസിനൽ ഫീൽഡിൽ എങ്ങനെയാണ് ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ. വളരെ ഈസിയാണ്, ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞുതരാം, ഒന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. മൂന്നാമതായിട്ട് വരുന്നതാണ് ആപ്ലിക്കേഷൻസ് ഇൻ മോളിക്കുലർ ഡയഗ്നോസിസ്. ഈസിയാണ്. അപ്പോൾ ശ്രദ്ധിച്ചിരുന്നു കേട്ടോ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. നമ്മൾ ഒന്നാമത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ബയോടെക്നോളജി ഇൻ ദ ഫീൽഡ് ഓഫ് അഗ്രികൾച്ചർ. എനിക്ക് നന്നായിട്ട് പറയാൻ പറ്റുന്നൊരു ഏരിയയും കൂടിയാണ്. ഞാനൊരു അഗ്രികൾച്ചർ ആസ്പിരൻറ്റ് കൂടിയാണ്. നോക്കുക, അഗ്രികൾച്ചറിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെ വരുന്നത് വെച്ചാൽ നമുക്കിതിൽ 2 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമതാണ് ശരിക്ക് നമ്മുടെ BT പ്രോഡക്റ്റുകൾ. നമുക്കറിയാലേ, BT കോട്ടൺ, BT ബീട്രൂട്ട്, BTയുടെ എല്ലാ സാധനമുണ്ട്. BT റൈസ് മുതൽ BT തക്കാളിയുടെ എല്ലാ സാധനങ്ങളും ഉണ്ട് BTയുടെ. നോക്കുക, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറയുന്നൊരു ബാക്ടീരിയ, ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ബാക്ടീരിയ, അതിൽ കാണുന്ന ഒരു ജീനായിരുന്നു ക്രൈജീൻസ്. ദിസ് ക്രൈജീനസ് responsible for making, ഈ ക്രൈ ജീൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ദിസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ സെർട്ടൈൻ പ്രൊഡക്ഷൻസ് ഓഫ് സെർട്ടൈൻ BT ടോക്സിൻ്റെ പ്രൊഡക്ഷൻ റെസ്പോൺസിബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ബാക്ടീരിയയിൽ BT ടോക്സിൻ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഈ BT ടോക്സിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഇറ്റ് ഈസ് എൻ ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻ. അതായത് വളരെ ലെപ്പിഡോപ്റ്റിറൻസിൽ, അതുപോലെ തന്നെ ഡിപ്റ്റീറൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഹൗസ് ഫ്ലൈസ്, അതുപോലെ മോസ്കിറ്റോസ് ഒക്കെ ഡിപ്റ്റീറൻസിൽ വരുന്നത്. ഇതിന് എഗെയിൻസ്റ്റ് ഒക്കെ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ടോക്സിനാണ് BT ടോക്സിൻ എന്ന് പറയുന്നത്. അപ്പോൾ സയൻറ്റിസ്റ്റ് തോട്ട് ദാറ്റ് why can't we use this particular BT toxin in the plant to control the plant insecticide അല്ലേ? പ്ലാന്റിന് എഫക്ട് ചെയ്യുന്ന ഇൻസെക്ടിസൈഡിനെ എന്തുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്തുകൂടാ ഈ ജീനിനെ കൊടുത്തിട്ട്? അപ്പോൾ നമ്മൾ നോക്കുക, അപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ക്രൈ ജീൻസ് എന്ന് പറയുന്ന പെർട്ടിക്കുലർ ജീനിനെ നമ്മൾ എന്ത് ചെയ്യുക, ഐസൊലേറ്റ് ചെയ്തിട്ട് ഈ ജീനിനെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ബയോടെക്നോളജിയിൽ പ്രോസസ്സ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ പ്ലാന്റിലേക്ക് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള പ്ലാന്റിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? BT ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഈ BT ടോക്സിൻ ആ കഴിക്കുന്ന അല്ലെങ്കിൽ ആ പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യുന്ന ഇൻസെക്റ്റിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ട് ആ ഇൻസെക്റ്റിനെ കൊല്ലും, അല്ലെങ്കിൽ ആ ഇൻസെക്റ്റിനെ എന്ത് ചെയ്യും? കിൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ബയോ പെസ്റ്റിസൈഡ് ആയിട്ട് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? ബയോ പെസ്റ്റിസൈഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സയൻറ്റിസ്റ്റിന് പൊതുവെ ഉണ്ടായിരുന്നൊരു ഡൗട്ടായിരുന്നു, അല്ല ഈ BT ടോക്സിൻ നമ്മളെങ്ങാനും നമ്മൾ ഒരു പ്ലാന്റിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ആ ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പ്ലാന്റ് ഡൈ ആയി പോലെ. വളരെ ക്രൂഷ്യലായൊരു ഡൗട്ടാണ് അല്ലേ? പ്ലാന്റ് ഡൈ ആയി പോലെ. അപ്പോൾ അതന്നെ എക്സാമിന് നമ്മോട് ചോദിക്കും. അങ്ങനെ തന്നെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് നമ്മോട് ചോദിക്കും, അങ്ങനെ ആകുമോ, ഡൈ ആകുമോ ഇല്ലേ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നമ്മൾ കാര്യം അറിഞ്ഞിരിക്കണം. നോക്കിയ മക്കളെ, BT ടോക്സിൻ ശരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത് 2 സ്റ്റേജിലായിട്ടാണ് BT ടോക്സിൻ ഉണ്ടാക്കുന്നത്. നോക്കുക, BT ടോക്സിൻ ആദ്യത്തെ അതിൻ്റെ ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള ലെവലാണ് പ്രോടോക്സിൻസ്. പ്രോടോക്സിൻസ് അതിനടുത്താണ് പിന്നെയാണ് അത് ആക്റ്റീവ് ടോക്സിനായിട്ട് മാറുന്നത്. പ്രോടോക്സിൻ ആൻഡ് ആക്റ്റീവ് ടോക്സിൻ സംഭവം നോക്കിക്കോ. ഇപ്പോൾ ഈ പ്രോടോക്സിൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ അതിന് എക്സാമ്പിൾ ഞാൻ കാണിച്ചാൽ ഒരു ലീഫ് എടുക്കുക. ഈ ലീഫിൽ നമ്മൾ BT ടോക്സിൻ്റെ ക്രൈ ജീൻസിനെ കൊടുത്തിട്ടുണ്ട്. ക്രൈ ജീൻസിനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഈ പ്രോടോക്സിൻ എന്ന് പറയുന്ന സ്റ്റേജ് ആയിരിക്കും ആദ്യം ഉണ്ടാക്കുന്നത്. ഈ പ്രോടോക്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ ദേ ആർ ആക്ച്വലി ക്രിസ്റ്റലൈസ്ഡ് പ്രോട്ടീൻസ്. ക്രിസ്റ്റലൈസ്ഡ് പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ക്രിസ്റ്റൽസിൻ്റെ ഫോംസിലാണ്. ഇപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ റോക്ക് സാൾട്ട് ഉണ്ടില്ല നിങ്ങൾ, ഏതാ റോക്ക് സാൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ കല്ലുപ്പ് അല്ലേ, അതുപോലെ. അപ്പോൾ നമ്മൾ പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ ഈ പ്ലാന്റിൻ്റെ മുകളിൽ ആദ്യം തന്നെ BT ജീൻ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് ക്രിസ്റ്റലൈസ്ഡ് ടോക്സിൻസുകൾ ഇവിടെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ദീസ് ആർ ആക്ച്വലി ദ ക്രിസ്റ്റലൈസ്ഡ് ടോക്സിൻസ്. ഇതൊക്കെ ക്രിസ്റ്റലൈസ്ഡ് ടോക്സിൻസ് ആണ്. ക്യാൻ യു സീ ദിസ്? യെസ് യു ക്യാൻ, ഐ നോ.
അപ്പോൾ ഇതൊക്കെ എന്താണ്? ക്രിസ്റ്റലൈസ്ഡ് ടോക്സിനാണ്. ഈ ക്രിസ്റ്റലൈസ്ഡ് ടോക്സിൻ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് ആര് വരുന്നത്? നമ്മുടെ ഇൻസെക്റ്റ് വരുന്നത്. സപ്പോസ് ഇൻസെക്റ്റ് വന്നിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഏരിയ അങ്ങ് തിന്നു, അല്ലെങ്കിൽ ഇൻജസ്റ്റിംഗ് ദിസ് പെർട്ടിക്കുലർ ഏരിയ ഓഫ് ദിസ് ലീഫ്, ഈ ലീഫിൻ്റെ പെർട്ടിക്കുലർ ഏരിയ ഇൻജസ്റ്റ് ചെയ്തു ഉള്ളിലേക്ക് എടുത്തു. ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അയാളുടെ ഉള്ളിലേക്ക് പോകുന്ന ശരിക്കും എന്താ മക്കളെ? ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രോടോക്സിൻസ് അല്ലെങ്കിൽ ക്രിസ്റ്റലൈസ്ഡ് പ്രോട്ടീൻസ് ഉള്ളിലോട്ട് പോകുന്നത്. ഇനി ഈ ഉള്ളിലോട്ട് പോകുന്ന ക്രിസ്റ്റലൈസ്ഡ് പ്രോട്ടീൻസ് ഇൻസെക്റ്റിൻ്റെ ഗട്ട് സെൽസിൽ, ഗട്ടിലുള്ളത് ആക്ച്വലി ആൽക്കലൈൻ പി എച്ച് ആണ്. എന്ത് പി എച്ച് ആണ്? അസിഡിക് പി എച്ച് ഉണ്ട്, ആൽക്കലൈൻ പി എച്ച് ഉണ്ട്. പക്ഷേ ഗട്ടിൽ കാണുന്നത് എന്ത് പി എച്ച് ആണ്? ആൽക്കലൈൻ ബേസിക് പി എച്ച് ആണ് കാണുന്നത്. അപ്പോൾ ഇൻസെക്റ്റിൻ്റെ ഗട്ട് എത്തുമ്പം അത് ആൽക്കലൈൻ പി എച്ച് ആവും. ഈ ആൽക്കലൈൻ പി എച്ചിൽ ആര് ഡിസോൾവ് ചെയ്യും? ഈ പ്രോടോക്സിൻസ് അല്ലെങ്കിൽ ക്രിസ്റ്റലൈസ്ഡ് ടോക്സിൻസ് ഡിസോൾവ് ചെയ്തിട്ട് അതെന്തായിട്ട് മാറും? ഇറ്റ് ഈസ് ബിക്കം കൺവേർട്ടഡ് ഇൻ ടു ആക്റ്റീവ് ടോക്സിൻ. ആക്റ്റീവ് ടോക്സിനായിട്ട് കൺവേർട്ട് ചെയ്യും. ഇനി ആക്റ്റീവ് ടോക്സിനായിട്ട് കൺവേർട്ട് ചെയ്ത് എന്താ പ്രശ്നം എന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്? ഈ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഇതിപ്പോൾ ഇൻസെക്റ്റിൻ്റെ ഗട്ടാന്ന് കരുതിക്കോ. ഈ ഇൻസെക്റ്റിൻ്റെ ഗട്ടിൻ്റെ ഇവിടെ കാണുന്നതാണ് ഇൻസെക്റ്റിൻ്റെ ഗട്ട് എപ്പിത്തീലിയൽ സെൽ. ദിസ് ആർ ദ ഗട്ട് എപ്പിത്തീലിയൽ സെൽസ് എന്ന് പറയുന്നത്. ഈ വരുന്ന ആക്റ്റീവ് ടോക്സിൻസ് ഗട്ട് എപ്പിത്തീലിയൽ സെൽസിൽ ചെറിയ പെർഫറേഷൻസ് ഉണ്ടാക്കും. ഈ പെർഫറേഷൻസ് ഉണ്ടാക്കിയിട്ട് നോക്കുക, ഈ പെർഫറേഷൻസ് ഉണ്ടാക്കിയ പ്രശ്നം എന്താണെന്നറിയോ? പിന്നെ ഇയാൾ എന്ത് കഴിച്ചാലും അതൊക്കെ ഈ സെല്ലിൻ്റെ ഉള്ളിലോട്ട് വരും. ഈ സെല്ലിൻ്റെ സൈസ് അങ്ങ് കൂടും. സൈസ് അങ്ങോട്ട് കൂടുമ്പം സെൽ വിൽ ഗെറ്റ് ബേർസ്റ്റഡ്. സെൽ എന്ത് ചെയ്യും? പൊട്ടിത്തെറിക്കും. എന്ന് പറഞ്ഞാൽ ഇൻസെക്ട് വിൽ ഗെറ്റ് ഡൈ. ഖത്തം ഹോ ജാത്തെ, ഫുൾ ഡൈ ആവും. എന്ന് പറഞ്ഞാൽ സെല്ല് ബേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസെക്ട് എന്ത് ചെയ്യും? ഡൈ ആകും. അപ്പോൾ ഇതാണ് ശരിക്കും ബി ടി ടോക്സിൻ്റെ ഒരു അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത്തത് പലർക്കും ഡൗട്ട് ഉണ്ടാകുന്ന, മനസ്സിലാകാത്ത ഒരു സംഭവമാണ് RNA ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. RNA അല്ലേ? RNA എന്താ? RNA എന്ന് പറഞ്ഞാൽ RNA ഇൻ്റർഫറൻസ്. എന്താ ഇൻ്റർഫിയറൻസ് എന്ന് പറഞ്ഞാൽ? ശരിക്കും നമ്മൾ രണ്ടുപേര് നിൽക്കുകയാണ്, സംസാരിക്കുമ്പോൾ മൂന്നാമത്തെ ഒരാൾ വന്നിട്ട് അവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും വിളിച്ചിട്ട് വേറെ എന്തെങ്കിലും കാര്യം പറയണം, പറയും വെറുതെ ചങ്ങായി കുഴപ്പമുണ്ടാക്കല്ലെന്ന് പറയും അല്ലേ? എന്താ പറയുക? ഇൻ്റർഫിയറൻസ്. അതാണ് ഇൻ്റർഫിയർ എന്ന് പറഞ്ഞത്. സെയിം ആണ് RNA ഇൻ്റർഫിയറൻസ്. എന്താ ഇൻ്റർഫിയറൻസ് നോക്കിക്കോ. It is a silencing of a specific mRNA by using a double-stranded RNA during the time of translation, അല്ലെങ്കിൽ prevent the process of translation. നമുക്കറിയാം ശരിക്കും ഒരു DNA നമ്മുടെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ സപ്പോസ് എൻ്റെ കണ്ണിൻ്റെ കളർ, ഈ കളർ എന്ന് പറയുന്നത് നമുക്കറിയാം കോർണിയുടെ കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് കളറാണ് അല്ലേ? ഈ ബ്ലാക്ക് കളറിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു DNA എൻ്റെ ബോഡിയിൽ, DNA ഒരു ജീൻ എൻ്റെ ബോഡിയിലുണ്ട് അല്ലേ? ഈ ജീനിന് റെസ്പോൺസിബിൾ. അപ്പോൾ ഈ DNA ഫ്രാഗ്മെൻറ്റ് എന്ത് ചെയ്യണം ആദ്യം? എന്നിട്ട് ഈ DNA എന്തായിട്ട് മാറണം ആദ്യം? ഈ DNA ദ പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ. ഏത് ചാപ്റ്ററിലാണ് മക്കളെ? ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഏതാ? മോളിക്കുലാർ നിങ്ങൾ ജെനറ്റിക്സിൽ പഠിച്ചിട്ടുണ്ട്. പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആദ്യം DNA വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു RNA അല്ലേ? ഈ RNA പിന്നീട് മെസ്സഞ്ചർ RNA അല്ലെങ്കിൽ mRNA ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ mRNA എന്ന് പറയുന്ന ആൾ അണ്ടർഗോസ് എ പ്രോസസ് വിച്ച് ഈസ് നോൺ ആസ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടന്നിട്ടാണ് പിന്നെ എന്തായിട്ട് മാറുന്നത്? പ്രോട്ടീൻസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരു ക്യാരക്ടർ റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ണ് കറുപ്പാകണമെന്നുണ്ടെങ്കിൽ ഈ പ്രോട്ടീൻ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യണം. വെറുതെ DNA ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. എന്തായിരിക്കണം? ആ DNAയുടെ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ ഈ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ ഞാനങ്ങ് നിർത്തി വെക്കുകയാണെങ്കിൽ, അതിനങ്ങോട്ട് ഇൻ്റർഫിയർ ചെയ്യുകയാണെങ്കിൽ, ഈ പ്രോസസ്സ് അങ്ങനെ ഇൻ്റർഫിയർ ചെയ്യുകയാണെങ്കിൽ എൻ്റെ കണ്ണിന് കളർ കറുപ്പാവില്ല. എന്താണ്? ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് എന്താണ്? സൈലൻസിങ് അല്ലേ? സൈലൻസ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ്? ആൾ ഭയങ്കര വിഗറാണെങ്കിൽ, ഒരു വൾഗറാണെങ്കിൽ നമ്മൾ പറയും സൈലൻസ് ചെയ്യുക, ഒന്നും മിണ്ടാതിരിക്കുക അല്ലേ? പ്രോസസ് ഓഫ് സൈലൻസിങ് ഓഫ് സ്പെസിഫിക് mRNA ബൈ യൂസിങ് ഡബിൾ സ്ട്രാൻഡഡ് RNA ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ സമയത്ത് mRNA സൈലൻസിങ് ചെയ്യാൻ പ്രിവെൻറ്റ് ദി പ്രോസസ് ഓഫ് ട്രാൻസ്ലേഷൻ എന്ന് പറയാം. ഇതിനാണ് RNA ഇൻ്റർഫിയറൻസ് എന്ന് പറയുന്ന ടെക്നിക്സ്. ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ടെക്സ്റ്റിൽ പറയുന്ന ഒരു സംഭവമാണ്. സാധാരണ ടൊബാക്കോ പ്ലാന്റ്സിന് ഉണ്ടാകുന്ന ഒരു ഡിസീസാണ് റൂട്ട് നോട്ട് ഡിസീസ് ഓഫ് ടൊബാക്കോ പ്ലാന്റ്. റൂട്ട് നോട്ട് ഡിസീസ് എന്ന് പറയും. ടൊബാക്കോ പ്ലാന്റിന് ഉണ്ടാകുന്ന ഒരു ഡിസീസാണ് എന്ത്? റൂട്ട് നോട്ട് ഡിസീസ് ഓഫ് ടൊബാക്കോ പ്ലാന്റ്. ഈ റൂട്ട് നോട്ട് ഡിസീസ് ഉണ്ടാക്കുന്ന ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ശരിക്കും നിമാറ്റോഡാണ് ഈ ഒരു ഡിസീസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ നിമറ്റോഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റൂട്ട് നോട്ട് നിമാറ്റോഡ്, അല്ലെങ്കിൽ അതിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് മെലോയിഡിഗൈനെ ഇൻകോഗ്നീഷ്യ എന്ന് പറയുന്നതാണ് ഈ സയൻറ്റിഫിക് നെയിം, റൂട്ട് നോട്ട് നിമാറ്റോഡ്. ഓക്കെ,
അപ്പോൾ ഈ നിമറ്റോഡ് എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ടൊബാക്കോ പ്ലാന്റ്സിൻ്റെ ഈ അതിൻ്റെ റൂട്ട് സെൽസിലേക്ക് അത് എൻ്റർ ചെയ്തിട്ട് ആ റൂട്ട് സെല്ലിൽ അതിൻ്റെ ഗ്രോത്തിന് റെസ്പോൺസിബിൾ ആകുന്ന DNA അവിടെ റിലീസ് ചെയ്യും. ആ DNA മൾട്ടിപ്ലിക്കേഷൻ നടന്നിട്ട് അവിടെ ശരിക്ക് ബൾജിങ് അല്ലെങ്കിൽ നോട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും കുറച്ച് നൊഡ്യൂൾ ഫോർമേഷൻസ് ഉണ്ടാവും, ഒരുപാട് മുഴകളുണ്ടാവും. അതാണ് ശരിക്കും അതിൻ്റെ ഗ്രോത്തിന് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കോ, നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ RNA ഇൻ്റർഫറൻസ് ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. സംഭവം നോക്കുക, സപ്പോസ് ഇത് ടൊബാക്കോൻ്റെ റൂട്ട് സെല്ലെന്ന് കരുതിക്കും. നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ടൊബാക്കോൻ്റെ റൂട്ട് സെല്ലിനെ അതിൻ്റെ യങ് ഗ്രോയിങ് സ്റ്റേജിൽ തന്നെ നമ്മൾ ഈ റൂട്ട് സെല്ലിലേക്ക് ഈ DNA, ഈ നമ്മളെ ഈ ഒരു മെലോഡിഗാന ഇൻകോഗ്നീഷ എന്ന് പറയുന്ന ആൾ ഇതിൻ്റെ ഉള്ളിലേക്ക് അറ്റാക്ക് ചെയ്യുമ്പോൾ അയാൾ റിലീസ് ചെയ്യുന്ന ഒരു DNA ഉണ്ടല്ലോ, ഗ്രോത്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള DNA. ആ DNAയുടെ cDNA ഓഫ് ഗ്രോത്ത്, ഒരു DNA ഗ്രോത്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള cDNA എടുക്കുക. cDNA നമ്മൾ ഇഞ്ചെക്ട് ചെയ്യാം. cDNA നമ്മൾ എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു cDNA. ഈ cDNA ഇയാളുടെ ബോഡിയിലേക്ക് എത്തുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് ഇറ്റ് അണ്ടർഗോസ് ദി ഫസ്റ്റ് പ്രോസസ്, ദാറ്റ് ഈസ് ദാറ്റ് ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ട് ഇറ്റ് പ്രൊഡ്യൂസസ് 2 RNA അല്ലേ, എന്തായാലും 2 RNA പ്രൊഡ്യൂസ് ചെയ്യും. എന്തൊക്കെയാണ് ഈ 2 RNA എന്ന് പറയുന്നത്? ഈ 2 RNAയിൽ ഒന്നാമത്തെ ആളാണ് സെൻസ് RNA. ഒന്നാമത്തെ ആളാണ് ആര്? സെൻസ് RNA. രണ്ടാമത്തെ ആളാണ് ആര്? ആൻറ്റി സെൻസ് RNA. സെൻസിൻ്റെ ഓപ്പോസിറ്റ് ആൻറ്റി സെൻസ് RNA. 2 RNA പ്രൊഡ്യൂസ് ചെയ്തു. ഇനി ഇമ്പോർട്ടൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ബോത്ത് ദി സെൻസ് RNA ആൻഡ് ആൻറ്റി സെൻസ് RNA ആർ ആക്ച്വലി കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ. വാട്ട് ഈസ് കോംപ്ലിമെൻ്ററി? ജസ്റ്റ് ഓപ്പോസിറ്റ് അല്ലേ. രണ്ടിനും നേരത്തെ പറഞ്ഞ പോലെ ഒരു ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും, ഹൈഡ്രജൻ ബോണ്ട്സ്. നോക്കിയേ, സെൻസ് RNAയും ആൻറ്റി സെൻസ് RNAയും കൂടി ചേർന്നിട്ട് ഇറ്റ് ഫോംസ് എ ഡബിൾ സ്ട്രാൻഡഡ് DSRNA എന്ന് പറയും. എ ഡബിൾ സ്ട്രാൻഡഡ് DSRNAയുടെ ഫോർമേഷൻസ് ഉണ്ടാക്കും. ഡബിൾ സ്ട്രാൻഡഡ് DSRNA. അപ്പോൾ ഇത് ഏർലി സ്റ്റേജിൽ തന്നെ ഈ ഒരു പെർട്ടിക്കുലർ ബോഡിയിൽ ഡബിൾ സ്റ്റാൻഡേർഡ് DSRNA ഉണ്ട്. ഇനി ഇതിൻ്റെ ലേറ്റ് ഗ്രോത്തിൻ്റെ സമയത്ത് ഈ നമ്മളെ നിമറ്റോഡ് ഇങ്ങനെ വരികയാണ് കേട്ടോ. ഇപ്പോൾ നിമറ്റോഡ് വന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള ടൊബാക്കോ പ്ലാന്റ്സിൻ്റെ റൂട്ടിനെ അങ്ങ് ഇൻഫെക്റ്റ് ചെയ്യും. ആ ഇൻഫെക്റ്റ് ചെയ്യുന്ന സമയത്ത് നോക്കുക, നിമറ്റോഡ് ഇവിടെ റിലീസ് ചെയ്തത് ഈ ഗ്രോത്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള DNA ഇതിലേക്ക് കൊടുക്കും. ഈ DNA undergoes the first process, transcription. നടന്നിട്ട് എന്തായിട്ട് മാറും? ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു RNA. RNA will be again converted into എന്തായിട്ട് മാറും? mRNA ആയിട്ട് മാറും. ഇനി നമുക്കറിയാം mRNA എങ്ങാനും എന്തായിട്ട് നടന്നാൽ ട്രാൻസ്ലേഷൻ നടന്നിട്ട് പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇയാളുടെ ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള റൂട്ട് നോട്ട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ട്രാൻസ്ലേഷനെ പ്രിവെൻറ്റ് ചെയ്യും. എങ്ങനെ നോക്കി കഴിഞ്ഞാൽ ദിസ് ഡബിൾ സ്ട്രാൻഡഡ് RNA is actually complementary to the mRNA responsible for the growth of nematode. ഇങ്ങനെ നോക്കുക, ഈ ഡബിൾ സ്ട്രാൻഡഡ് RNA ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ബൈൻഡ്സ് വിത്ത് mRNA. കോംപ്ലിമെൻ്ററി അല്ലേ, ബൈൻഡ് ചെയ്തൂടെ? ബൈൻഡ് ചെയ്യും. ആരുടെ ബൈൻഡ് ചെയ്യും? mRNAയുമായിട്ട് ഡബിൾ സ്റ്റാൻഡേർഡ് RNA ബൈൻഡ് ചെയ്യും. അങ്ങനെ ബൈൻഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് പ്രിവെൻറ്റ്സ് ദി പ്രോസസ് ഓഫ് ട്രാൻസ്ലേഷൻ അങ്ങ് പ്രിവെൻറ്റ് ചെയ്തു. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? സൈലൻസിങ്. mRNA പോയോ? പ്രോട്ടീൻ ആയില്ലല്ലോ, സൈലൻസ് ചെയ്ത ആളെ അല്ലേ. നമ്മൾ പറയും മിണ്ടാണ്ട്, നമ്മൾ എല്ലാ ആൾക്കാരും വർത്തമാനം പറയുമ്പോൾ ഇണ്ടാണ്ടൊക്കെ എങ്ങനെ അറിയും അല്ലേ. സെയിം പ്രോസസ്സ് ഇയാൾ നമ്മൾ എന്ത് ചെയ്തു? സൈലൻസിങ് ചെയ്തു. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? RNA ഇൻ്റർഫറൻസ്. അപ്പോൾ ഈ പ്രോസസ്സ് പലർക്കും ഡൗട്ട് ഉണ്ടാകുന്ന സംഭവമാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു സെയിം ടെക്നിക്കാണ് കേട്ടോ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഫ്ലേവർ സാവർ ടൊമാറ്റോ എന്ന് പറയുന്നത്. ഫ്ലേവർ സാവർ ടൊമാറ്റോ എന്ന് പറയുന്നത് ശരിക്കും സാധാരണ ടൊമാറ്റോ ഒക്കെ പെട്ടെന്ന് നമുക്കറിയാം പെരിഷബിൾ പ്രോഡക്റ്റാണ്, പെട്ടെന്ന് ചീഞ്ഞു പോകും അല്ലേ. ഈ ടൊമാറ്റോയുടെ പുറത്തുണ്ടാകുന്ന തൊലിയില്ല, അതിങ്ങനെ പെട്ടെന്ന് എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു നെങ്ങുന്നുണ്ടാവും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചീഞ്ഞു പോകും. അത് സാധാരണ പോളിഗാലക്ട്രോണൈസ് എന്ന് പറയുന്ന ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. ഇതേ RNA ഇൻ്റർഫറൻസ് ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് പോളിഗാലക്ട്രോണൈസിൻ്റെ പ്രൊഡക്ഷൻസ് കുറച്ചിട്ട് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ടെക്നിക്സ് ഒക്കെ നമുക്കുണ്ട്. ലീവ് ഇറ്റ്, നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു കേസ് പറഞ്ഞു. ഇനി ഞാൻ ഇതിൽ ഒറ്റ കാര്യം കൂടി പറയുകയാണ്. ഇൻസുലിൻ്റെ ഒരു കേസാണ് മക്കളെ, മെഡിസിൻ്റെ അപ്ലിക്കേഷനാണ് ഇൻസുലിൻ. നിങ്ങൾക്ക് എക്സാമിന് മോസ്റ്റ്ലി ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു കേസാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചിരുന്നു? ഇൻസുലിൻ നമ്മൾ ആർക്കാണ് കൊടുക്കുന്നത്? ഡയബറ്റിക് പേഷ്യൻസിന് അല്ലേ. അപ്പോൾ ആദ്യത്തെ കാലങ്ങളിൽ ഡയബറ്റിക് പേഷ്യൻസ് ഇൻസുലിൻ കൊടുത്തുകൊണ്ടിരുന്നത് സ്ലോട്ടറിങ് ആനിമൽസിൽ നിന്ന്, അറവുശാലയിലുള്ള മൃഗങ്ങളിൽ നിന്നിട്ട്, പാൻക്രിയാസിൽ നിന്നിട്ട് ഇൻസുലിൻ എടുക്കും, എന്നിട്ട് ഇവർക്ക് കൊടുക്കും. നമുക്കറിയാം അങ്ങനെ ഒരു ഇൻസുലിൻ കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് എൻ ആൻറ്റിജൻ ടു ദ പെർട്ടിക്കുലർ ഹോസ്റ്റ് ബോഡി ആൻഡ് ഡെഫിനറ്റ്ലി ലീഡ്സ് ടു എനി കൈൻഡ് ഓഫ് അലർജിക് പ്രോബ്ലംസ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലംസ് ഉള്ളതുകൊണ്ടാണ് സയൻറ്റിസ്റ്റ് തോട്ട് ദാറ്റ് വൈ കാൻ വി ഡെവലപ്പ് ദ ഹ്യൂമൻ ഇൻസുലിൻ ഇൻ ദ ബോഡി ഓഫ് ബൈ യൂസിങ് സർട്ടൻ മൈക്രോ ഓർഗാനിസം. ഹ്യൂമൻ ഇൻസുലിൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള DNA ഐസൊലേറ്റ് ചെയ്തിട്ട് എന്തുകൊണ്ട് ബാക്ടീരിയക്ക് കൊടുത്തിട്ട് നമുക്ക് എന്തുണ്ടാക്കിക്കൂടാ, ഇവിടെ നമുക്ക് ഇൻസുലിൻ ഉണ്ടാക്കിക്കൂടാ. ആ ഒരു തോട്ട് 1983 ജൂലൈ 5 ഒരു അമേരിക്കൻ കമ്പനി ആയിട്ടുള്ള എലി ലില്ലി എന്ന് പറയുന്ന, എന്താ പേര്? ഭയങ്കര ഈസിയാണ്. എലി ലില്ലി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനിയാണ് ഫസ്റ്റ് ഹ്യൂമൻ ഇൻസുലിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് ഹ്യൂമുലിൻ. വാട്ട് ഇസ് ഇറ്റ്? ഹ്യൂമുലിൻ. അപ്പോൾ ഹ്യൂമൻ ഇൻസുലിൻ എന്താ വിളിക്കുന്നത്? ഹ്യൂമുലിൻ എന്നാണ് വിളിക്കുന്നത്. എങ്ങനെ സംഭവം നോക്കാം. അവർക്ക് പ്രധാന പ്രശ്നം, ഇവരെ നോക്കിയപ്പോൾ അവർ കണ്ടിരുന്ന പ്രധാന പ്രശ്നം,
നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ ഉണ്ടാക്കുന്നത് ബീറ്റാ സെൽസ് ഓഫ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൻ്റെ ബീറ്റാ സെല്ലാണ് ശരിക്കും നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അവർ നോക്കിയപ്പോൾ കണ്ടുന്ന പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസുലിൻ ശരിക്ക് 2 സ്റ്റേജ് ഉണ്ട്. ഇൻസുലിന് 2 സ്റ്റേജ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് പ്രോ ഇൻസുലിനും മറ്റൊന്ന് പറയുന്നത് മെച്ചുവേർഡ് ഇൻസുലിനും ആയിരുന്നു. മെച്ചുവേർഡ് ഇൻസുലിൻ നോക്കിക്കോ. പ്രോ ഇൻസുലിൻ എന്താ നോക്കുക. ഒരു പ്രോ ഇൻസുലിൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രോ ഇൻസുലിനിൽ മെയിനായിട്ട് 3 പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഉണ്ട്. ഇത് ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ, ദിസ് ഇസ് നോൺ ആസ് ചെയിൻ എ എന്ന് പറയുന്ന ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ എ. ഇതാണ് മറ്റൊന്ന്, ഇതിനെ വിളിക്കുന്ന പേരാണ് ചെയിൻ ബി എന്ന് പറയുന്ന ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻസ്. ക്ലിയർ അല്ലേ? ഈ ചെയിൻ എ ചെയിൻ ബി എന്ന് പറയുന്ന പോളിപെപ്റ്റൈഡ് ചെയിൻസിനെ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ടുള്ള മൂന്നാമത്തെ പോളിപെപ്റ്റൈഡ് ചെയിൻസ് ആണ് ആക്ച്വലി ചെയിൻ സി എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദിസ്? ദിസ് ഇസ് നോൺ ആസ് വാട്ട്? ചെയിൻ സി എന്ന് പറയുന്ന 3rd പോളിപെപ്റ്റൈഡ് ചെയിൻസ്. ഇയാളുടെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ചെയിൻ സി ബ്രിങ്സ് ടുഗദർ ബോത്ത് ചെയിൻ എ ആൻഡ് ചെയിൻ ബി. ചെയിൻ എനെയും ചെയിൻ ബിനെയും ബ്രിങ്സ് ടുഗദർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ നോക്കണം മക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് ഇത് ബ്രിങ്സ് ടുഗദർ ചെയ്യുന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ചെയിൻ സിയുടെ ഫംഗ്ഷൻ എന്താ? ബ്രിങ്സ് ടുഗദർ ബോത്ത് ചെയിൻ എ ആൻഡ് ചെയിൻ ബി. അങ്ങനെ നടക്കുകയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് അങ്ങ് കുറയും. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയാന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒരു ചെയിൻ എ വിൽ ബി ദർ അല്ലേ, അതിൻ്റെ അടുത്ത് എന്തുണ്ടായിരിക്കും? ചെയിൻ ബി എന്ന് പറയുന്ന 2 ആൾക്കാർ ഇവിടെ ഫോം ചെയ്യും അല്ലേ. ചെയിൻ എയും ചെയിൻ ബി എന്തായി മാറി? അടുത്തടുത്ത് വന്നു. അത് ചെയ്യിപ്പിക്കുന്ന ആളാണ് ചെയിൻ സി എന്ന് പറയുന്നത്. അങ്ങനെ അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ നോക്കുക, ഒരു ഡൈസൾഫൈഡ് ബോണ്ട് ഉണ്ടാകും. ഡൈസൾഫൈഡ് ബോണ്ട്, 2 സൾഫർ കണ്ടോ നിങ്ങൾ? ഡൈസൾഫൈഡ് ബോണ്ട് ഉണ്ടാകും. ഡൈസൾഫൈഡ് ബോണ്ട് ഉണ്ടാകും. You can see here 2 sulfur bonds, right? This is a disulfide bond. So this is basically chain A, this is basically chain B. So you can see here ചെയിൻ സി ഇവിടെ പ്രസൻ്റ് ആണ്. ഇവിടെ ചെയിൻ സി പ്രസൻ്റ് ആണോ? ചെയിൻ സി ആബ്സെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഫോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെച്ചുവേർഡ് ഇൻസുലിൻ. മെച്ചുവേർഡ് ഇൻസുലിൻ എന്ന് പറയും. ഇതാണ് മെച്ചുവർ ഇൻസുലിൻ, ഇതോ പ്രോ ഇൻസുലിൻ ആണ്. അപ്പോൾ ഈ ആളാണ് ശരിക്കും ആക്റ്റീവ്. അപ്പോൾ സയൻറ്റിസ്റ്റുകൾ ആദ്യം തോട്ട് ചെയ്തിരുന്നത് ഷാൽ വി യൂസ് ദി ചെയിൻ സി? നോ, വി ഡോണ്ട് വാണ്ട് ചെയിൻ സി. നമുക്ക് എന്ത് മതി? ചെയിൻ എയും ബിയും മാത്രം മതി. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ കൊളായി, എസ്കറേഷ്യ കൊളായി എന്ന് പറയുന്ന 2 ബാക്ടീരിയത്തിനെ അങ്ങ് കൺസിഡർ ചെയ്തു. നോക്കിക്കോ, ഈ കൊളായി എന്ന് പറയുന്ന 2 ബാക്ടീരിയത്തിനെ അങ്ങ് കൺസിഡർ ചെയ്തു. ദിസ് ഈസ് ദി ഈക്കൊളായി 1, ദിസ് ഈസ് ഈക്കൊളായി 2 എന്ന് പറയുന്ന 2 ബാക്ടീരിയത്തിനെ. എന്നിട്ട് ബൈ യൂസിങ് റെസ്ട്രിക്ഷൻ എൻസൈംസ് ആൻഡ് ബൈ ദ പ്രോസസ് ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ഇവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയിൻ എക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പെർട്ടിക്കുലർ ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ചെയിൻ എയുടെ DNA ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു. DNA അതിൻ്റെ ഒരു ജീൻ അവിടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇവിടെ ചെയിൻ ബിക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജീൻ ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇയാൾ നമുക്കറിയാം എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഇയാൾ ചെയിൻ എ എന്ന് പറയുന്ന ആളെ പ്രൊഡ്യൂസ് ചെയ്യും. ഇയാൾ എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും? ഇയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചെയിൻ ബിനെയും പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. എന്നിട്ട് ഇവരെന്ത് ചെയ്തു കഴിഞ്ഞാൽ ബൈ ആർട്ടിഫിഷ്യലി അവരെന്ത് ചെയ്തു? ചെയിൻ എയുടെയും ചെയിൻ ബിൻ്റെയും ഇടയിൽ ഡൈസൾഫൈഡ് ബോണ്ടിൻ്റെ ലിങ്കേജ് ഇതിൻ്റെ ഇടയിലായിട്ട് കൊടുത്തു. ഡൈസൾഫൈഡ് ബോണ്ടിൻ്റെ ലിങ്കേജ് ഇതിൻ്റെ ഇടയിലായിട്ട് കൊടുത്തു. അപ്പോൾ ഇതാണ് ശരിക്കും ഒരു മെച്ചുവേർഡ് ഇൻസുലിൻ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദി ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ദ അപ്ലിക്കേഷൻ ഓഫ് ബയോടെക്നോളജി ഇൻ ദ ഫീൽഡ് ഓഫ് മെഡിസിൻ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ ഇതോടെ നമുക്ക് അവസാനിപ്പിക്കാം. ഇനി നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ആ ഒരു എഡിനോസിൻ ഡിഅമിനേസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻസ് അല്ലേ. എഡിനോസിൻ ഡിഅമിനേസ് എന്ന് പറയുന്നത് ഒരു എൻസൈമാണ്. ആ എൻസൈം ഇല്ലാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിസീസാണ് സ്കിഡ് എന്ന് പറയുന്നത്. എന്താ ഡിസീസ്? സ്കിഡ് എന്ന് പറഞ്ഞാൽ സിവിയർ കമ്പൈൻഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. എന്താ? വൺസ് അഗൈൻ, സിവിയർ കമ്പൈൻഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. ഇതൊരു ഡിസീസ് കേട്ടോ മക്കളെ. സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഒരുപാട് വരുന്ന എല്ലാ ഡിസീസും വന്ന് കയറി നിറങ്ങി അങ്ങ് പോകും. എല്ലാ ഡിസീസും നമുക്ക് ഉണ്ടാവും ഈ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ. അത് നിങ്ങൾ നന്നായിട്ട് വായിച്ചു വെക്കുക. ഈസി ആയിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ നമുക്ക് അടുത്ത പോർഷൻസിലേക്ക് പോകാം. ഒരു ബ്രേക്ക് എടുക്കുന്നു ചെറുതായിട്ട്. 5:45 അല്ലേ? നമ്മൾ എപ്പോൾ നിർത്തണം?
നമുക്കറിയാം അതിൻ്റെ ഒരു ബ്രീഡിങ്ങും അതുപോലെ പ്ലാന്റ്സിൻ്റെ ബ്രീഡിങ്ങും പ്ലാന്റ് ബ്രീഡിങ്ങുമാണ് നമുക്ക് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ആനിമൽ ബ്രീഡിങ് നോക്കിയാൽ വളരെ ബ്രേസ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താ ശരിക്കും ഒരു ബ്രീഡ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് എ ബ്രീഡ്? ബ്രീഡ് എന്ന് പറയുമ്പോൾ നിങ്ങളറിയും ശരിക്കും ഒരു മെയിൽ ഫീമെയിൽസിനെ ക്രോസ് ചെയ്യുന്നതിനാണ്, അത് മെയ്റ്റിങ്ങിനെയാണ് ബ്രീഡ് എന്ന് പറയുന്നത്. ബ്രീഡ് ഈസ് ആക്ച്വലി a group of animals which are related by their descents and having a common similarities in their shape, size, കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപോലെയുള്ള സൈസുകളായിരിക്കും, കളറുകൾ സെയിം ആയിരിക്കും. അങ്ങനെ സിമിലാരിറ്റീസ് ഉണ്ടെങ്കിൽ അവരുടെ തലമുറകളായിട്ട് സിമിലാരിറ്റീസിൽ ഒരു സ്പെഷ്യൽ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത് ശരിക്കും ഒരു ബ്രീഡ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമ്മളിപ്പോൾ പശുവിനെ കാറ്റിൽസിനെ നോക്കുകയാണെങ്കിൽ നോക്കിക്കോ, HF എന്ന് പറയുന്ന ഹോൾസ്റ്റൺ ഫ്രീസൺ കണ്ടിട്ടില്ലേ? ഏതാ HF എന്ന് പറയുന്നത്? നമ്മളിപ്പോൾ ഈ മിൽമയുടെ പാലിൻ്റെ പാക്കറ്റിലൊക്കെ പുറത്തുള്ള അല്ലേ ഒരു വെള്ളയും കറുപ്പുള്ള പശു, അതാണ് HF എന്ന് പറയുന്നത്. അതൊരു ബ്രീഡാണ്. അതുപോലെ അതെല്ലാം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ എല്ലാം ഒരേ കളറായിരിക്കും. ജേഴ്സി മറ്റൊരു ബ്രീഡാണ് അല്ലേ, വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട്. ഇന്ത്യൻ മറ്റൊരു വെറൈറ്റി നമ്മുടെ പാകിസ്ഥാൻ, ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യയിൽ കാണുന്ന റെഡ് സിന്ധി എന്ന് പറയുന്നൊരു വെറൈറ്റി. അപ്പോൾ ഇതൊക്കെ ഓരോ ബ്രീഡുകളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ആനിമൽ ബ്രീഡിങ്. വാട്ട് ഈസ് ആനിമൽ ബ്രീഡിങ്? ദ ബ്രീഡിങ് ഓഫ് ദ ടു എലൈറ്റഡ് ഇൻഡിവിജ്വൽ അല്ലേ, ഒരു മെയിലിനെയും ഫീമെയിലിനെയും ക്രോസ് ചെയ്യുന്നതിനാണ് നമ്മൾ ബ്രീഡിങ് എന്ന് പറയുന്നത്. നോക്കിക്കോ, ഇവിടെ ആനിമൽ ബ്രീഡിങ്ങിൽ നമുക്ക് മെയിനായിട്ട് 2 ടൈപ്പാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഒന്നാമത്തെ ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻബ്രീഡിങ്. ഒന്നാമത്തെ ആളാണ് എന്ത്? ഇൻബ്രീഡിങ്. രണ്ടാമത്തെ ആളാണ് എന്ത്? ഔട്ട് ബ്രീഡിങ് അല്ലേ. ഇൻബ്രീഡിങ് ആൻഡ് ഔട്ട് ബ്രീഡിങ്. നോക്കിക്കോ, ഞാൻ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് പറയാം, ശ്രദ്ധിച്ചിരുന്നു. ഇൻബ്രീഡിംഗ് എന്ന് പറയുന്നത് ദ ബ്രീഡിംഗ് ഓഫ് 2 ഇൻഡിവിജ്വൽ വിച്ച് ആർ ബിലോങ്സ് ടു ദ സെയിം ബ്രീഡ് എന്ന് പറഞ്ഞാൽ ഒരേ ബ്രീഡിൽ പെട്ടിരിക്കുന്ന 2 ഇൻഡിവിജ്വലിനെ ക്രോസ് ചെയ്യുന്നു ആൻഡ് വിച്ച് ഇസ് ഹാവിങ് എ കോമൺ ആൻസിസ്റ്റേഴ്സ് ബിറ്റ്വീൻ 4 to 6 ജനറേഷൻ. രണ്ടാളെ നമ്മൾ ഒരു മെയിലും ഫീമെയിലും എടുക്കുകയാണെങ്കിൽ അതിന് 4 മുതൽ 6 ജനറേഷൻസ് ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ അതിന് ഉപ്പൻ്റെ ഉപ്പ അല്ലെങ്കിൽ വാപ്പൻ്റെ വാപ്പ അതിൻ്റെ വലിയാപ്പ അങ്ങനെ പോവുകയാണെങ്കിൽ അവസാനം അവർ ഒരു 4 മുതൽ 6 ജനറേഷൻ ബാക്കിലോട്ട് പോകുമ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു പാരന്റ് ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് inbreeding. The breeding of the 2 individuals, I mean a male and female having a common ancestors between 4 to 6 generation. അപ്പോൾ ഒരേ ബ്രീഡിൽ പെട്ട 4 to 6 ജനറേഷനിൽ കോമൺ ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ഇൻബ്രീഡിങ്ങിൽ ചെയ്യുന്നത്. ഈ ഇൻബ്രീഡിങ് നമ്മൾ സാധാരണ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരേ പെർട്ടിക്കുലർ ബ്രീഡിൽ ഹോമോസൈഗോസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഹൈ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിൻ്റെ ഹോമോസൈഗോസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻബ്രീഡിങ് നടത്തുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ബ്രീഡിൽ അതിൻ്റെ കുറച്ചും കൂടി പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻബ്രീഡിങ് നടത്തുന്നത്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10 ജനറേഷൻ 9 to 10 ജനറേഷൻസ് ഒക്കെ നമ്മൾ ഇൻബ്രീഡിങ് നടത്തി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇൻബ്രീഡിങ് ഡിപ്രഷൻ. ചോദിക്കാറുണ്ട് വാട്ട് ഈസ് ഇൻബ്രീഡിങ് ഡിപ്രഷൻ? ദ ഇൻബ്രീഡിങ് ഡിപ്രഷൻ ഇസ് ആക്ച്വലി എ കണ്ടീഷൻസ് വേർ എ continuous inbreeding may leads to reduce in the fertility leads to reduction in the fertility and productivity. That is actually known as what? Inbreeding depressions. അപ്പോൾ നമുക്ക് ആ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻസ് ഉണ്ടായാൽ അതിനെ ഓവർകം ചെയ്യാനുള്ള മെത്തേഡൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇൻബ്രീഡിംഗ് എന്ന് പറയുന്നത്. ഇനി ഔട്ട് ബ്രീഡിങ്ങിൽ ഒന്നാമത്തതാണ് ഔട്ട് ക്രോസ്. ഒന്നാമത്താണ് എന്ത്? ഔട്ട് ക്രോസ്. രണ്ടാമത്തതാണ് എന്ത്? ക്രോസ് ബ്രീഡിംഗ്. സെക്കൻഡ് വൺ ഈസ് ആക്ച്വലി ക്രോസ് ബ്രീഡിംഗ്. ഇനി മൂന്നാമത്തെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് ഇൻ്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന 3 ടേംസുകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതെന്താ ഔട്ട് ക്രോസ് എന്ന് പറഞ്ഞാൽ? ഔട്ട് ക്രോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്രീഡിംഗ് ഓഫ് 2 ഇൻഡിവിജ്വൽ ബിലോങ്ങിങ് ടു ദ സെയിം ബ്രീഡ്. ദിസ് ഈസ് ഓൾസോ ഇൻഡിവിജ്വൽസ് ബിലോങ് ടു ദ സെയിം ബ്രീഡ് ഹാവിംഗ് എ കോമൺ ആൻസിസ്റ്റേഴ്സ് ബിറ്റ്വീൻ 4 to 6 ജനറേഷൻ. ബട്ട് ഔട്ട് ക്രോസ് ഇസ് ആക്ച്വലി ബ്രീഡിംഗ് ഓഫ് 2 ഇൻഡിവിജ്വൽസ് ബിലോങ്ങിങ് ടു ദ സെയിം ബ്രീഡ് ഹാവിംഗ് no common ancestors between 4 to 6 generation. 4 മുതൽ 6 ജനറേഷൻ പിന്നോട്ട് പോയി നോക്കുമ്പം കോമൺ ആയിട്ടുള്ള ഒരാൾ ഇല്ലെങ്കിൽ അതാണ് ശരിക്കും ഔട്ട് ക്രോസ് എന്ന് പറയുന്നത്. ഇനി എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ ഔട്ട് ക്രോസിങ്ങിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ വിളിക്കുന്ന പേര് ഔട്ട് ക്രോസിങ് കഴിഞ്ഞ് കിട്ടുന്ന പ്രോഡക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഔട്ട് ക്രോസ് എന്ന് പറയുന്നത്. ഇതിന് എന്തുകൊണ്ട് ഔട്ട് ക്രോസിങ് ചെയ്യുന്നത് എക്സാമിന് ചോദിക്കും. വൈ സയൻറ്റിസ്റ്റ് പ്രിഫർ, ഇൻ വിച്ച് കേസ് വി പ്രിഫർ ഔട്ട് ക്രോസിങ്? ഏത് കേസാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഒരു ആവറേജ് പ്രൊഡക്ടിവിറ്റിയും അതുപോലെ ആവറേജ് മീറ്റ് പ്രൊഡക്ഷൻസ് ഉള്ള ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കാറ്റിലാണെങ്കിൽ യു മസ്റ്റ് ഗോ ഫോർ ഔട്ട് ക്രോസിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ബെറ്റർ ഫെർട്ടിലിറ്റിയും ബെറ്റർ പ്രൊഡക്ടിവിറ്റിയും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഞാൻ പറയാൻ പോകുന്നത് നോട്ട് ചെയ്തോ. എ സിംഗിൾ ഔട്ട് ക്രോസിംഗ് ക്യാൻ ഓവർകം ദ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ഒരു 9 മുതൽ 10 ജനറേഷൻസിൽ നമ്മൾ ഇൻബ്രീഡിംഗ് നടത്തുന്ന സമയത്ത് ഫെർട്ടിലിറ്റിയും പ്രൊഡക്ടിവിറ്റിയും കുറയും. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാം. എങ്ങനെ? ഒരു സിംഗിൾ ഔട്ട് ക്രോസിംഗ് നടത്തിയാൽ മതി അതിനെ ഓവർകം ചെയ്യാം. സോ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എ സിംഗിൾ ഔട്ട് ക്രോസിംഗ് ക്യാൻ ഓവർകം ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ. വെരി ഇമ്പോർട്ടൻറ്റ്. ക്രോസ് ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ 2 ബ്രീഡ്. ഞാനതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സാധാരണ നമ്മളിവിടെ കാണുന്നത്, നമ്മൾ പശുവിനെ എടുക്കുക. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു പശുവാണെങ്കിൽ ഒരു രാവിലെയും വൈകുന്നേരമൊക്കെ നമ്മൾ അതിൻ്റെ മിൽക്കിങ് ചെയ്ത് നമുക്ക് ഒരു പക്ഷേ 6 മുതൽ 7 ലിറ്റർ ഓഫ് മിൽക്ക് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലേ.
പക്ഷേ നമ്മൾ ഫോറിൻ വെറൈറ്റീസ് ആയിട്ടുള്ള ഹോൾസ്റ്റൈൻ ഫ്രീസൺ എന്ന് പറയുന്ന ഏത് വെറൈറ്റി എന്ന് പറയുന്നത് HF എന്ന് പറയുന്ന വെറൈറ്റി ഡച്ചിൽ, അതായത് നോർത്ത് നമ്മുടെ ഹോളണ്ടിൽ കാണുന്ന വെറൈറ്റിയാണ് ശരിക്കും എന്ത് ഹോൾസ്റ്റൈൻ ഫ്രീസൺ HF എന്ന് പറയുന്നത്. ഇയാൾ ഏകദേശം ഒരു ദിവസം ചുരുങ്ങിയത് ഒരു 25 മുതൽ 30 ലിറ്റർ മിൽക്ക്. ആ ഡിഫറൻസ് നോക്കിയേ, 6 മുതൽ 7 ലിറ്റർ നമുക്ക് 25 മുതൽ 30 ലിറ്ററാണ് ആ HFന് കിട്ടുന്നത്. ജേഴ്സി എന്ന് പറയുന്ന ഒരു കൗ ആണെങ്കിൽ ഏകദേശം ഒരു 15 മുതൽ 20 ലിറ്റർ ഓഫ് മിൽക്ക് ജേഴ്സിയിൽ നിന്ന് നമുക്ക് കിട്ടും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ HF അല്ലെങ്കിൽ ഹോൾസ്റ്റൈൻ ഫ്രീസറിൻ്റെ ശരിക്കും ഒരു പ്രോട്ടീൻ കണ്ടന്റ്, ആ മിൽക്കിലെ ഫാറ്റ് കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറവാണ് കമ്പാരിറ്റീവ്ലി. ഒരു 3.5% അതിൻ്റെ ഫാറ്റ് കണ്ടന്റ് എന്ന് പറയുന്നത്. വേറെ വെൻ യു കൺസിഡർ ജേഴ്സിയിൽ ഒരു ഫാറ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് അറൌണ്ട് 4.9%, ഓർ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 5%. അല്ലേ, വളരെ കൂടുതലാണ്, നല്ല കട്ടിയുള്ള പാലായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇവിടെ ശ്രദ്ധിച്ചിരുന്നോ, ഇതൊരു ബ്രീഡാണ്, ഇത് മറ്റൊരു ബ്രീഡാണ്. ഈ രണ്ട് ബ്രീഡിനെ ക്രോസ് ബ്രീഡിങ്, രണ്ട് ബ്രീഡിനെ ക്രോസ് ചെയ്ത് കിട്ടുന്ന ഒരു വെറൈറ്റി, അതായത് HFനെയും ജേഴ്സിനെയും ക്രോസ് ചെയ്ത് കിട്ടുന്ന ഒരു വെറൈറ്റിയുടെ ഇമ്പോർട്ടൻസ് നമുക്കറിയണം. ഇത് മാക്സിമം 30 ലിറ്റർ ആണെങ്കിൽ 35 മുതൽ 40 ലിറ്റർ മിൽക്കാണ് ഒരു ദിവസം കിട്ടുന്നത്. മാത്രമല്ല ഇതിൻ്റെ ഏകദേശം പ്രോട്ടീൻ കണ്ടന്റ് അല്ലെങ്കിൽ ഫാറ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് 4.5%-നേക്കാളും കൂടുതലായിരിക്കും. അല്ലേ, എന്താണ് സംഭവം, രണ്ടിനെ ക്രോസ് ചെയ്താൽ മതി. അപ്പോൾ എന്തിനാണ് നമ്മൾ ക്രോസ് ബ്രീഡിങ് നടത്തുന്നത്? ഇൻ ഓർഡർ ടു ബ്രിങ് ദ ഡിസൈറബിൾ ക്യാരക്ടേഴ്സ് പ്രസന്റ് ഇൻ ദ ടു പെർട്ടിക്കുലർ ബ്രീഡ് ഇൻ ടു ടു പെർട്ടിക്കുലർ ബ്രീഡ് ഇൻ ടു എ പെർട്ടിക്കുലർ സിംഗിൾ ബ്രീഡ്. ഈ രണ്ട് ബ്രീഡിലുള്ള ഡിസൈറബിൾ ക്യാരക്ടേഴ്സിനെ ഒരു സിംഗിൾ ആയിട്ടുള്ള ആളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ക്രോസ് ബ്രീഡിങ് നടത്തുന്നത്. ഇന്ന് വളരെ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ചോദിക്കുന്ന ഒന്നാണ് ഏത്, നമ്മുടെ പഞ്ചാബ് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി നടത്തിയിരിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് അല്ലേ, ബിക്കാനേരി ഈവ്സ്. ബിക്കാനേരി എന്നൊക്കെ ഷീപ്പാണ്, ബിക്കാനേരി ശ്രദ്ധിച്ചിരുന്നു. ബിക്കാനേരി എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിലെ ഒരു സ്ഥലമാണ് കേട്ടോ, ബിക്കാനേർ എന്ന് പറഞ്ഞാൽ. അവിടെ കാണുന്ന ബിക്കാനേരി ഈവ്സിനെയും ആൻഡ് മരീനോ റാംസ്. ഈ റാംസ് എന്ന് പറയുന്നത് മെയിലാണ്. റാംസിന് അറിയാലോ എന്താണെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ മുട്ടനാടിനൊക്കെ വിളിക്കുന്ന പേരാണ് റാംസ്. ഈ റാംസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിപ്പം നന്നായിട്ട് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറൊക്കെ വായിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പം കേട്ടിട്ടുണ്ടാവും പരസ്യങ്ങൾ ന്യൂസിൽ ഇങ്ങനെ ദ കാർ ഈസ് റാംഡ് ഇൻ ടു ദ മാസ്. എന്താ അതിൻ്റെ അർത്ഥം? കാർ ആൾക്കാരുടെ കൂട്ടത്തിലേക്ക് അങ്ങ് എന്താ പറയുന്നത്, റാം എന്ന് പറഞ്ഞാൽ എന്താ, ഇടിച്ചു കയറി അല്ലേ. അപ്പോൾ ഇത് മെയിലായിട്ടുള്ള ആൾ, ഫീമെയിൽ ആയിട്ടുള്ള ആൾ. ബിക്കാനേരി ഈവ്സിനെയും മരീനോ റാംസിനെയും ക്രോസ് ചെയ്ത് കിട്ടുന്ന ആൾ, അതാണ് ഹിസാർഡെയിൽ എന്ന് പറയുന്നത്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഇസ് എൻ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ക്രോസ് ബ്രീഡിങ്. എനിവേ ദാറ്റ്സ് ഡൺ. ക്രോസ് ബ്രീഡിങ് കഴിഞ്ഞു. അടുത്താണ് ഇൻഡോ സ്പെസിഫിക് അല്ലേ. ഇൻഡോ സ്പെസിഫിക് രണ്ട് സ്പീഷ്യസിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ആളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇൻഡോ സ്പെസിഫിക് ബ്രീഡിങ് നമ്മൾ നടത്തുന്നത്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ നമുക്കറിയാലോ, ഹോസ്, കുതിര, അതുപോലെ ഡോങ്കിനെ നമ്മൾ ക്രോസ് ചെയ്തപ്പോൾ നമുക്കറിയാം ഹോസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് റണ്ണിങ് ചെയ്യാനുള്ള കപ്പാസിറ്റി, ദ ഫസ്റ്റ് മൂവ്മെൻറ്റ്. ഡോങ്കി ആണെങ്കിലോ ക്യാരീസ് മോർ വെയിറ്റ്. ഇതിന് രണ്ടിനെയും ഇപ്പോൾ ഈ കഴുതകൾക്കാണെങ്കിൽ ശരിക്കും നമുക്കറിയാം അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഇപ്പോഴും ഭയങ്കര മലകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇപ്പോഴും ഈ ലോഡ് സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കഴുതകളാണ്, ഡോങ്കീസിനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുകൾ നമ്മൾ ഫിലിംസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഡോങ്കി എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുള്ളൂ, അതിന് ഫാസ്റ്റ് മൂവ്മെൻറ്റ്സ് കൊടുക്കുക, അതുപോലെ ഉണ്ടാകുന്ന ആൾക്ക് കൂടുതൽ വെയിറ്റ് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി. അപ്പോൾ നമ്മൾ അങ്ങനെ ക്രോസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ പ്രോഡക്റ്റാണ് എന്ത്, മ്യൂൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ഇൻഡോ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. മക്കളെ, ഇനി നിങ്ങൾക്ക് ഇതിൽ ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ ശ്രദ്ധിച്ചിരുന്നു? ഇത് വെരി ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവം. അതാണ് ശരിക്കും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ബ്രീഡിങ് എന്ന് പറഞ്ഞാൽ കൺട്രോൾഡ് ബ്രീഡിങ് എന്ന് പറയുന്ന ടെക്നിക്സ് അല്ലേ. കൺട്രോൾഡ് ബ്രീഡിങ്ങിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടതാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ഈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ എലൈറ്റ് ആയിട്ടുള്ള ഒരു ബുള്ളിൽ നിന്നിട്ട് അതിൻ്റെ സെമൻ ക്യാരി ചെയ്തിട്ട് ഫീമെയിൽസിലേക്ക് നമ്മൾ അതിൻ്റെ റീപ്രൊഡക്റ്റീവ് ട്രാക്കിലേക്ക് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ചാൻസ് ഓഫ് എക്സ്പ്രസിങ് ദിസ് ക്യാരക്ടർ വിൽ ബി മോർ ഹൈ അല്ലേ, റാദർ ദാൻ ദാറ്റ് ഓഫ് ദ നോർമൽ കൊയിറ്റസ്. അപ്പോൾ അങ്ങനെ കൂടുതൽ ചാൻസ് ഇവിടെ കൂടുതലാണ് ഇതിൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ്റെ കേസിൽ. നോക്കിക്കോ, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടല്ലോ, നമ്മുടെ ഹരിയാനയിലുണ്ട് ഒരു പെർട്ടിക്കുലർ ആയിട്ട് ഒരു ബുള്ളുണ്ട്. അതിൻ്റെ പേരാണ് ശരിക്കും യുവരാജ് എന്ന് പറയും. ഏകദേശം 7 കോടിയോളം ഫോറിനേഴ്സ് വില പറഞ്ഞ ഒരു ബുള്ളാണത്. പക്ഷേ അയാൾ ഇത് കൊടുത്തിട്ടില്ല. അയാൾ ചെയ്യുന്നൊരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബുള്ളിൻ്റെ സെമെൻസിന് ഫോറിൻ രാജ്യങ്ങളിൽ നിന്നിട്ട് വരെ ഭയങ്കരമായിട്ട് അതിനൊരു മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അയാൾ എന്ത് ചെയ്യും, ഇതിൻ്റെ സെമെൻസ് ഫോറിൻ രാജ്യങ്ങളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. നമുക്കറിയാം -196 ഡിഗ്രി സെൽഷ്യസിൽ എങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വയബിലിറ്റി ക്യാൻ ബി കെപ്റ്റ് അല്ലേ. വയബിലിറ്റി നമുക്ക് ഒരുപാട് ലോങ് ഡ്യൂറേഷൻസ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, എനിവേ ദാറ്റ്സ് ഇറ്റ്, യു മസ്റ്റ് നോ ഇറ്റ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറയുന്നത് അതങ്ങനെ കഴിഞ്ഞു. അതിൽ അടുത്ത നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് MOET എന്ന് പറയുന്ന മക്കളെ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് മോസ്റ്റ്ലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് MOET. വാട്ട് ഈസ് MOET? മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രയോ ട്രാൻസ്ഫർ ടെക്നോളജി. വാട്ട് ഇസ് ഇറ്റ്? മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രയോ ട്രാൻസ്ഫർ ടെക്നോളജി എന്ന് പറയുന്നതാണ് MOET എന്ന് പറയുന്നത്. ഇതിന് ഇമ്പോർട്ടൻസ് എന്താണെന്ന് പഠിച്ചോ. ഇപ്പോൾ നിങ്ങൾ എക്സാമിന് ചോദിക്കുന്നത് ഇഫ് എ പേഴ്സൺ വാണ്ട്സ് ടു ഗെറ്റ് എ ഹേർട്ട്
a very shorter period, then what kind of practices he should have selected എന്നായിരിക്കും. ഏത് സെലക്റ്റഡാ? MOET. അപ്പോൾ എന്തിനാ MOET യൂസ് ചെയ്യുന്നത് നോക്കുക? ഹേർഡിൻ്റെ പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ട്. ഹേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കൂട്ടം അല്ലേ? നമ്മളിപ്പോൾ ഒരു ഫാം ഇന്ന് തുടങ്ങുകയാണ്, വിത്തിൻ ഒരു 2 yearsനുള്ളിൽ നമുക്ക് ഒരുപാട് പശുക്കൾ അതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മെത്തേഡാണ് MOET, മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി. എന്താ സംഭവം നോക്കുക? നമ്മൾ ഒരു എലൈറ്റഡ് ആയിട്ടുള്ള കൗവിനെ സെലക്ട് ചെയ്യും. എലൈറ്റഡ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള, വളരെ മിൽക്ക് കിട്ടുന്ന ഒരു കൗവിനെ നമ്മൾ സെലക്ട് ചെയ്യും ആസ് എ മദർ. ഇതിനെ നമ്മൾ മദറായിട്ട് സെലക്ട് ചെയ്തു, ഫീമെയിലായിട്ട് അല്ലെങ്കിൽ മദറായിട്ട് നമ്മളിവിടെ സെലക്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ മദറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നല്ല എലൈറ്റഡ് ആയിട്ടുള്ള ഒരു ബുള്ളിൽ നിന്നിട്ട് നമ്മൾ സെമൻ കളക്ട് ചെയ്തു. മദറിലേക്ക് എന്ത് ചെയ്യും? നമ്മൾ എലക്റ്റഡ് ആയിട്ടുള്ള ബുള്ളിൽ നമ്മൾ സെമൻ, ഇപ്പോൾ പുറത്ത് നമ്മൾ സെമൻ വരുത്തിച്ചു. ഇനി ഈ കൗവിന് നമ്മൾ എന്ത് ചെയ്യും? ഈ കൗവിലേക്ക് വി ആർ അഡ്മിനിസ്റ്റേർഡ് വിത്ത് FSH ലൈക്ക് ഹോർമോൺസ്. ഏതാണ് ഹോർമോൺസ് എന്ന് പറയുന്നത്? FSH ലൈക്ക് ഹോർമോൺ. എന്താ FSH എന്ന് പറഞ്ഞാൽ? ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഈ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ഡ്യൂറേഷൻസിൽ ഒരു എഗ്ഗ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ പെർട്ടിക്കുലർ കൗ നൗ വിൽ സ്റ്റാർട്ട് പ്രൊഡ്യൂസിങ് 6 to 8 eggs. 6 മുതൽ 8 എഗ്ഗ് ഒരു സിംഗിൾ ഓവുലേഷൻ്റെ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യും. സാധാരണ ഒരു ഓവുലേഷൻ, ഒരു പ്രസവത്തിൽ ഒരു കുട്ടി ഉണ്ടാവും, ഒരു ഓവുലേഷൻ നടക്കുന്നുള്ളൂ. അത് ചിലപ്പം ട്വിൻസ് ആകുന്നത് വേറെ. പക്ഷേ അങ്ങനെയുള്ള കേസിൽ ഒരു എഗ്ഗ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നിടത്ത് 6 മുതൽ 8 എഗ്ഗ് മൾട്ടിപ്പിൾ ഓവുലേഷൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യും ബൈ അഡ്മിനിസ്ട്രേഷൻ വിത്ത് FSH എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഓവുലേഷൻ നടക്കാവുന്ന സമയത്ത്, അല്ലെങ്കിൽ 6 മുതൽ 8 എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്ത് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് വി വിൽ ഇൻട്രൊഡ്യൂസ് എന്ത് ചെയ്യും? ഈ സെമനെ നമ്മൾ അതിൻ്റെ റീപ്രൊഡക്റ്റീവ് ട്രാക്കിലേക്ക് നമ്മൾ അങ്ങ് അപ്ലൈ ചെയ്യും. ആരുടെ? ഈ ഒരു ഫീമെയിൽ കൗവിൻ്റെ റീപ്രൊഡക്റ്റീവ് ട്രാക്കിലേക്ക് നമ്മൾ സെമന് കൊടുക്കും. ഈ സെമൻ ചെന്നിട്ട് 6 മുതൽ 8 എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6 മുതൽ 8 സൈഗോട്ട് കിട്ടും. നമുക്കറിയാം അല്ലേ, മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് സൈഗോട്ട്. അപ്പോൾ 6 മുതൽ 8 സൈഗോട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടാവും. ഈ 6 മുതൽ 8 സൈഗോട്ട്, 6 മുതൽ 8 അപ്പോൾ നമുക്ക് 6 എഗ്ഗ് ആണെങ്കിൽ 6 മുതൽ 8 സൈഗോട്ട് നമുക്ക് കിട്ടി അല്ലേ. ഈ 6 മുതൽ 8 സൈഗോട്ട്, ഓരോ സൈഗോട്ടും നമുക്കറിയാം ഇറ്റ് വിൽ അണ്ടർഗോസ് മൾട്ടിപ്പിൾ ഡിവിഷൻ. എന്താ ഡിവിഷൻ? മൈറ്റോസിസ് നടന്നിട്ട് സെല്ലുകൾ ഒരുപാട് നമ്പറായിട്ട് മാറും അല്ലേ. അപ്പോൾ 6 മുതൽ 8 സെല്ലുകൾ ഡിവിഷൻ ചെയ്തിട്ട് ഓരോ സെല്ലുകളും 8 to 32 സെൽഡ് കണ്ടീഷൻസ് ആയിട്ട് മാറുന്ന സമയത്ത് 6 മുതൽ 8 സൈഗോട്ട് ഉണ്ട്. അതിൽ ഓരോ സൈഗോട്ടുകളും 8 മുതൽ 32 സെൽഡ് കണ്ടീഷൻസ് ആകുമ്പം ആ സൈഗോട്ടിനെ നോൺ സർജിക്കലായിട്ട് നമ്മൾ റിമൂവ് ചെയ്യുക. എന്താ നോൺ സർജിക്കലായിട്ട് റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? നോൺ സർജിക്കലായിട്ട് ഈ 6 മുതൽ 8 സൈഗോട്ടിനെ 8 to 32 സെൽഡ് കണ്ടീഷൻസിൽ നമ്മൾ എന്ത് ചെയ്തു? പുറത്തേക്ക് എടുത്തു. എന്നിട്ട് നമ്മൾ ഈ സൈഗോട്ടിനെ വി വിൽ ഇൻട്രൊഡ്യൂസ് ഇൻ ടു സറോഗേറ്റീവ് മദേഴ്സ്. ആരിലേക്കാ? സറോഗേറ്റീവ് മദേഴ്സ്. എന്താ സറോഗേറ്റീവ് മദേഴ്സ് എന്ന് പറഞ്ഞാൽ? നമ്മൾ കേട്ടിട്ടുണ്ട് വാടക ഗർഭം എന്നൊക്കെ പറയും. അതാണ് സറോഗേറ്റീവ് മദേഴ്സ്. അപ്പോൾ നമ്മൾ ഈ കൗ എലൈറ്റഡ് കൗ അല്ലേ, നമ്മൾ ഈ കൗവിൽ നിന്ന് എടുത്തിരിക്കുന്ന 8 മുതൽ 32 സ്റ്റേജിലുള്ള 6 മുതൽ 8 സൈഗോട്ട് ഉണ്ടാകും. ആ സൈഗോട്ടിനെ നമ്മൾ ഒരു 8 വേറെ ഒരു പശുവിനെ എടുത്തിട്ട്, അല്ലെങ്കിൽ വേറെ സറോഗേറ്റീവ് വാടക അമ്മമാരാ, 8 പശുക്കളെ നിരത്തി വെച്ചിട്ടുണ്ട് വാടക അമ്മമാരാ. എന്നിട്ട് അവർക്ക് ഓരോന്നിനും ഒരാൾക്ക് ഒരു സൈഗോട്ട്, മറ്റൊരാൾക്ക് മറ്റൊരു സൈഗോട്ട്, മറ്റൊരാൾക്ക് മറ്റൊരു സൈഗോട്ട്. അപ്പോൾ ഒരു ഡ്യൂറേഷൻ അല്ലെങ്കിൽ ഒരു ഓവുലേഷൻ പീരീഡിൽ തന്നെ ഇവിടെ നിങ്ങൾ ഒരു ഓയിസ്റ്റർ സൈക്കിൾ നടക്കുന്ന സമയത്ത് തന്നെ ഇവിടെ എത്ര ഉണ്ടായിട്ട് മാറിയിട്ടുണ്ട്? 8 എഗ്ഗുകളെ 8 സൈഗോട്ടായി 8 സൈഗോട്ടിനെ ഓരോ മദറിലേക്കും കൊടുത്തിട്ടുണ്ട്. 8 ആൾക്കാർ പ്രൊഡ്യൂസ് ചെയ്തില്ലേ ഒറ്റ സമയം കൊണ്ട്? ഒരാളുണ്ടാകേണ്ടടുത്ത് 8 ആളുണ്ടായി അല്ലേ. ഇനി അടുത്ത സമയം ഇതന്നെ ഈ കൗവിനെ നമുക്ക് മദർ കൗവിനെ നമ്മളെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. ആ മദർ കൗവിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? FSH കൊടുക്കും. വീണ്ടും 6 to 8 എഗ് പ്രൊഡ്യൂസ് ചെയ്യും. അതിന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ നടത്തും. വീണ്ടും അതിനെ സൈഗോട്ടിനെ നമ്മൾ ഇതേപോലെ സറോഗേറ്റീവ് മദേഴ്സിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഷോർട്ടർ പീരീഡിൽ നമുക്കൊരു ഹേർഡ് പ്രിപ്പയർ ചെയ്യാം. ഹേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലാർജർ നമ്പർ ഓഫ് ആൾക്കാരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഹേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇനി നിങ്ങൾ ഇതിൻ്റെ പ്ലാൻ ബ്രീഡിങ്ങിൻ്റെ സ്റ്റെപ്സുകളൊക്കെ ഒന്ന് എടുത്തു നോക്കണം. നമുക്ക് സമയത്തിൻ്റെ ഒരു പരിധി ഉള്ളത് കൊണ്ട് തന്നെ അടുത്ത ഞാനൊരു എൻവിറോൺമെൻറ്റൽ ഇഷ്യൂസ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ച് 2-3 കാര്യങ്ങൾ പറയണമെന്ന് ആലോചിച്ചിരുന്നു. ഒരു പോയിന്റ് ഞാൻ എന്തായാലും പറഞ്ഞുതരാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസ് എഫക്റ്റ് എന്ന് പറയുന്നത് എൻവിറോൺമെൻറ്റൽ ഇഷ്യൂസ്. ഓക്കെ, വാട്ട് ഈസ് പൊല്യൂഷൻ? Pollution is any undesirable changes happening into the physical, chemical and biological characteristics of what? Land, air, water and soil is not known as what? Pollution എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുക, ഞാൻ പറഞ്ഞ ഈ ഒരു ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഗ്ലോബൽ വാർമിംഗ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രീൻ ഹൗസ് ഗ്യാസ് എഫക്റ്റും ഗ്ലോബൽ വാർമിങ്ങും. ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് 4 കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈന്, CFC, N2O. ഇതാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസുകൾ. ഇതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഏറ്റവും കൂടുതൽ 60% കാണുന്നത്. CH4 എന്ന് പറയുന്നത് കാണുന്നത് 20%, CFC 14%, N2O 6% ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻസ് ഉള്ളത്. ഇങ്ങനെ ഈ 4 ആൾക്കാർ കൂടി ചെന്നിട്ടാണ് ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ എഫക്റ്റ് നമുക്ക് നോക്കാം. ഇത് സപ്പോസ് നമ്മുടെ എർത്തിൻ്റെ
എർത്തിൻ്റെ ഒരു സർഫസ് എന്ന് കരുതുക, ഭൂമിയാണിത്, ഭൂമി. ഈ ഭൂമിയുടെ ജസ്റ്റ് കുറച്ച് മുകളിലായിട്ട് ട്രോപ്പോസ്ഫിയർ ലെയറിൻ്റെ മുകളിലായിട്ട് എന്തുണ്ടായിരിക്കും, ഭൂമിയുടെ ഔട്ടർ എയറിലായിട്ട് നോക്കുക നമ്മുടെ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ ഇവിടെ ഉണ്ടായിരിക്കും. ഇതാണ് ഇവിടെ ഈ കാർബൺ ഡൈ ഓക്സൈഡും CH4ഉം CFCയും N2യും കൂടി ചേർന്നിട്ടുള്ള ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ലെയറാണിത്. ഓക്കെ, ഇനി സപ്പോസ് ഇവിടെ നമ്മുടെ സണ്ണുണ്ട്, സൺ ഇവിടെ ഉണ്ട്. ഈ സണ്ണിൽ നിന്നിട്ട് നമുക്ക് ടെമ്പറേച്ചർ അല്ലെങ്കിൽ മീൻസ് അതിൻ്റെ സണ്ണിൻ്റെ സോഴ്സ് ഓഫ് ലൈറ്റ് അടിയിലോട്ട് പോകുന്നുകൊണ്ടിരിക്കാം. ഈ സോഴ്സ് ഓഫ് ലൈറ്റിൻ്റെ 100% സൺലൈറ്റ് ഉണ്ടെന്ന് കരുതുക. ആ 100%-ൽ ആദ്യത്തെ ഒരു ഭാഗം ഇവിടെ ഉണ്ടാകുന്ന പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ എയറുകൾ എന്ത് ചെയ്യും, അവർ അബ്സോർബ് ചെയ്യും. ബാക്കി 75% അല്ലേ. പിന്നെയും ഒരു ഭാഗം നമ്മളിവിടെ ഉണ്ടാകുന്ന മേഘങ്ങളിലൊക്കെ തട്ടിത്തെറിച്ച് തിരിച്ചങ്ങോട്ട് തന്നെ പോകും. ഈ സൺലൈറ്റുകളൊക്കെ മേഘങ്ങളിലൊക്കെ തട്ടിത്തെറിച്ച് തിരിച്ചങ്ങോട്ട് തന്നെ പോകും. ബാക്കിയുള്ള ആൾക്കാർ എത്രയാണ് ബാക്കിയുള്ള മക്കളെ? 50% അല്ലേ. ഈ 50%ആണ് ശരിക്കും ഭൂമിയുടെ സർഫസിൽ 50% മാത്രം ആൾക്കാരെ എത്തുന്നുള്ളൂ. ഈ എത്തുന്ന 50% ആൾക്കാരിൽ നിന്നിട്ട് കുറച്ച് ആൾക്കാർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചത് വീണ്ടും അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെ ഇവിടെ തട്ടിയിട്ട് ഭൂമിയുടെ സർഫസിൽ തട്ടിയിട്ട് വീണ്ടും അറ്റ്മോസ്ഫിയറിലേക്ക് തിരിച്ചു പോകും. ഏകദേശം ഈ 50%-ൻ്റെ വീണ്ടും ഒരു പകുതിയോളം എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പോൾ 75% നമുക്ക് ലോസായി. ബാക്കിയുള്ള ഒരു 1/4% ആൾക്കാർ ഇവർ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിൽ അങ്ങ് ചൂടാക്കും. നമ്മളിവിടെ എങ്ങനെയാണ് ചൂടുണ്ടാകുന്നത് എന്നുള്ളത്, ഭൂമിയുടെ അറ്റ്മോസ്ഫിയർ അങ്ങ് ചൂടാക്കിയിട്ട് ആ ചൂട് തിരിച്ചിട്ട് നോക്കുക. ഇറ്റ് ഈസ് എമിറ്റിംഗ് ആസ് നമ്മുടെ IR ഫോമായിട്ട് തിരിച്ച് റീഎമിറ്റ് ചെയ്യും. ഓക്കെ, ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ആയിട്ട്. ഈ ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് നേരെ തിരിച്ചു പോയിട്ട് നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ ഈ ഒരു ലെയറിൽ തട്ടി തിരിച്ച് വീണ്ടും ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലേക്ക് വീണ്ടും ഇവിടുന്ന് തിരിച്ച് IR ആയിട്ട് പോകുന്നു, വീണ്ടും തിരിച്ച് ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോസസ്സ് വഴിയാണ് നമ്മുടെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിൽ ടെമ്പറേച്ചർ കൂടുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ചൂടുണ്ടാകുന്നത്. ഇപ്പോൾ ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എങ്ങാനും ഇവിടെ ഇല്ലെങ്കിൽ അവസ്ഥ എന്താ പറയുമെങ്കിൽ, ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ ഇവിടെ ഇല്ലെങ്കിൽ നമ്മുടെ ഭൂമിയുടെ ആവറേജ് ടെമ്പറേച്ചർ -18°C വരണമായിരുന്നു. ഭൂമിയുടെ ആവറേജ് -18°C വരണമായിരുന്നു. പക്ഷേ ഇപ്പം ഭൂമിയുടെ ആവറേജ് -15°C +15°C ആണ് ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ട് മാത്രമാണ്? ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് എഫക്റ്റ് കൊണ്ട് മാത്രമാണ്. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് ഗ്ലോബൽ വാർമിങ്സിലേക്ക് ലീഡ് ചെയ്യുന്നുള്ള കാര്യം. ഇത് ഗ്ലോബൽ വാർമിങ്സിലേക്ക് എങ്ങനെ ലീഡ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും CH4ൻ്റെയും CFCൻ്റെയും N2ൻ്റെയും അളവ് കൂടിക്കഴിഞ്ഞാൽ ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ തിക്നെസ് കൂടും. തിക്നെസ് കൂടിക്കഴിഞ്ഞാൽ ഒരാൾ പോലും പുറത്തോട്ട് പോലും ഇവിടുന്ന് ഈ പോകുന്ന ആൾക്കാരൊക്കെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നിട്ട് കൂടുതൽ ടെമ്പറേച്ചർ ഇവിടെ കൂടിക്കഴിഞ്ഞാൽ നമ്മളിവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. നമ്മുടെ പോളാർ ഐസുകൾ മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. അതിന് എക്സാമ്പിളാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായിട്ടുള്ള ജക്കാർത്തയൊക്കെ വെരി റീസെൻ്റ് ആയിട്ട് എന്തായിട്ട് മാറും, വെള്ളത്തിൻ്റെ അടിയിലായിട്ട് പോകുമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരൊറ്റ എഫക്റ്റ് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ നോക്കുക. ഓസോൺ ഡിപ്ലീഷൻസിന് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക. അതാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞത് ഇതിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ആദ്യം നിങ്ങൾ പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ, സ്ക്രബ്, അതുപോലെ തന്നെ 2-3 കേസ് സ്റ്റഡി ഉണ്ട്. ഡൽഹി കേസ് സ്റ്റഡീസ് ഉണ്ട്. സിമിലറായിട്ട് നമ്മുടെ ആർക്കാട്ട ആ ഒരു സംഭവം ഉണ്ട്, അത് പഠിച്ചു വെക്കുക. ബാംഗ്ലൂരിൽ നമ്മുടെ അഹമ്മദ് ഖാൻ നടത്തിയിരിക്കുന്ന ഒരു റോഡ് ടാറിങ്സിന് അല്ലേ, പ്ലാസ്റ്റിക് റോഡ് ടാറിങ്സിന് അതൊന്ന് പഠിച്ചു വെക്കുക. അതുപോലെ ഇവിടുന്ന് ഇനി വരുന്ന മറ്റ് ലാസ്റ്റിലേക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങൾ പലരും നോട്ട് ചെയ്യാതെ പോകുന്ന സംഭവമാണ്. അമൃത ദേവി ബിഷ്ണോയ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അവാർഡ്, അതൊന്ന് പഠിച്ചു വെക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാൻ വന്നത് ഒന്നാണ് ചിപ്കോ മൂവ്മെൻറ്റ്സ് 1974 ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഞാൻ ഒരു 2-3 ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഡേറ്റുകൾ ഏതൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ശരിക്കും എൻവിറോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഇൻ ദ ഇയർ ഓഫ് 1986, എയർ പ്രിവെൻഷൻസ് ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് ഇൻ 1981, ആൻഡ് ദ ലാസ്റ്റ് വൺ വാട്ടർ പ്രിവെൻഷൻസ് ആൻഡ് പൊല്യൂഷൻ ഓഫ് ആക്ട് ഇൻ 1974. So with this we gonna complete sections. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു കോൺടാക്ട് നമ്പറൊക്കെ ഇവിടെ ലീവ് ചെയ്യുന്നതായിരിക്കും. സോ ഇഫ് എനി ഡൗട്ട്സ് ഈസ് ദർ, ഓഫ് എനി കോൺസെപ്റ്റ്സ്, ഇഫ് യു ഹാവ് ഡൗട്ട്സ് യു മസ്റ്റ് ആസ്ക് മീ, യു മസ്റ്റ് എൻക്വയർ മീ, ഐ വിൽ ക്ലിയർ വിത്ത് ദാറ്റ്. ആൻഡ് ബാക്കിയുള്ള ഈ ക്ലാസ് കുറച്ച് ഫാസ്റ്റ് ആണെങ്കിൽ സമയം കുറവാണല്ലോ, ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ നമ്മൾ തീർക്കുകയാണ്. അപ്പോൾ ആ ഒരു പോർഷൻസ് നിങ്ങൾ റിവൈസ് ചെയ്ത് വീണ്ടും കണ്ടിട്ട് കൺസെപ്റ്റ് ക്ലിയർ ആക്കി മാറ്റും. ഓക്കെ അല്ലേ? ഓക്കെ, സൈനിങ് ഓഫ്. താങ്ക് യു.